ടി.പി. സെൻകുമാർ സർക്കുലർ പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, വിവരങ്ങൾ. ടോമി, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കേസിന്റെ തുടരന്വേഷണം ADGP സന്ധ്യ ഒറ്റയ്ക്ക് നടത്തേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ടി.പി. സെൻകുമാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. ADGP ദിനേന്ദ്ര കശ്യപാണ് സംഘത്തലവനെന്നും ഈ ഉത്തരവിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടോ എന്ന് ഉദ്യോഗസ്ഥരോട് DGP ആരാഞ്ഞിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ കൂടി വിലയിരുത്തി വേണം ഈ കേസുമായി മുന്നോട്ട് പോകാനെന്നും ഇതിൽ പ്രത്യേകമായി സെൻകുമാർ പറയുന്നു. ഇന്നിപ്പോൾ DGP സ്ഥാനം ഒഴിയുന്ന ദിവസമാണ് സെൻകുമാറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ നടപടികളും കൂട്ടായി ആലോചിച്ച് വേണം കൈക്കൊള്ളാനെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ടോമി, ഷീജ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഉത്തരവ്, പ്രത്യേകിച്ച് സെൻകുമാർ വിരമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് വരുന്നത്. എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നടൻ ദിലീപിനെ ചോദ്യം ചെയ്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ DGPയിൽ നിന്നും മാധ്യമങ്ങൾ ആരഞ്ഞിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സെൻകുമാർ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും അവിടെയും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നെങ്കിലും അവിടെയും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് താൻ സ്ഥാനമൊഴിയുന്ന ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കൂടിയാലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ അദ്ദേഹം നിഷ്കർഷിക്കുന്നത്. സ്വാമി, ഷീജ, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ സമഗ്രമായ അന്വേഷണങ്ങൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയപ്പെടുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന നടന്മാരെ ചോദ്യം ചെയ്യുന്നു. പൾസർ സുനി തന്നെ മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സെൻകുമാർ ഒരു പരാമർശം നടത്തുന്നതും ഒരു സർക്കുലർ പുറത്തുവിടുന്നതും. ഈ കേസിനെ സംബന്ധിച്ച് അത് എങ്ങനെ ബാധിക്കാനാണ് സാധ്യത? തീർച്ചയായും ഈ കേസ് അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും, പ്രത്യേകിച്ചും പോലീസിൽ നിന്ന് തന്നെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒപ്പം തന്നെ പല നേതാക്കളിൽ നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണത്തിൽ ഏതായാലും തെളിവുകൾ, ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിലുള്ള തെളിവുകൾ കൂടി വിലയിരുത്തി വേണം മുന്നോട്ട് പോകാൻ എന്നൊരു നിർദ്ദേശവും അദ്ദേഹം പ്രത്യേകമായി ഈ വിഷയവുമായി, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി തന്നെ നൽകുന്നുണ്ട്. സോമി, അതായത് ഈ അന്വേഷണവുമായി ADGP സന്ധ്യ ഒറ്റയ്ക്ക് പോകേണ്ടത് ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല, അന്വേഷണ സംഘത്തിലടക്കം മാറ്റം വരേണ്ടതുണ്ട് എന്നൊരു ധ്വനി കൂടി അദ്ദേഹം നൽകുന്നുണ്ടോ? നടിയെ ആക്രമിച്ച സംഭവത്തിൽ ടി.പി. സെൻകുമാറിന്റെ സർക്കുലർ വന്നിരിക്കുന്നു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ